നമസ്കാരം. മലയാളത്തിന്റെ മഹാപ്രതിഭ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ വിയോഗത്തിലെ വേദനയിൽ തന്നെയാണ് ഇന്ന് മലയാളികളെല്ലാവരും. മോഹൻലാൽ ഇത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. എന്തായാലും നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയുടെ മുകളിലെ കുടുംബ വീട്ടിൽ തന്നെയാണ് മൃതദേഹം അടക്കം ചെയ്തത്. മോഹൻലാലിന്റെ പിതാവിന്റെയും ജ്യേഷ്ഠന്റെയും ശരീരം സംസ്കരിച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ് മാതാവിനും ചിതയൊരുക്കിയത്. കഴിഞ്ഞ 10 വർഷമായി പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി. അസുഖബാധിതയായതിനു ശേഷം മാതാവിന് സംസാരിക്കുന്നതിൽ അവ്യക്തതയും ഓർമ്മക്കുറവും സംഭവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തിരുവനന്തപുരത്ത് നിന്നും മാതാവിനെ മോഹൻലാൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. എറണാകുളം അമൃത ആശുപത്രിയിലായിരുന്നു ദീർഘനാൾ മാതാവിനെ അദ്ദേഹം ചികിത്സിച്ചിരുന്നത്. മാതാവിന്റെ 89ാം ജന്മദിനം വളരെയധികം വിപുലമായ പരിപാടികളോടെയാണ് കഴിഞ്ഞ വർഷം മോഹൻലാൽ ആഘോഷിച്ചത്. മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയുടെ വിയോഗ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മോഹൻലാലിനെയും ചേട്ടൻ പ്യാരിലാലിനെയും കുറിച്ചുള്ള ചില വാർത്തകളും പുറത്തുവരികയുണ്ടായി. മോഹൻലാലിനെയും ചേട്ടൻ പ്യാരിലാലിനെയും കുറിച്ച് പറയാൻ 100 നാവായിരുന്നു അമ്മ ശാന്തകുമാരിക്ക്. അകാലത്തിൽ മരിച്ചുപോയതാണ് ലാലിന്റെ ചേട്ടൻ പ്യാരിലാൽ. അദ്ദേഹത്തിന്റെ മരണശേഷം ദീർഘകാലം ആ വിഷമത്തിന്റെ ഭാരത്തിലായിരുന്നു അമ്മ. പിന്നെ ഇളയ മകന്റെ വിജയങ്ങൾ ആഘോഷിച്ചു. കൊച്ചുമകളുടെ വളർച്ചയിൽ സന്തോഷിച്ചും ഉള്ള നാളുകൾ. മോഹൻലാലിന് ഏകദേശം 3 വയസ്സുള്ളപ്പോഴാണ് ഇലന്തൂരിൽ നിന്നും കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറിയത്. ലാലിന്റെ അച്ഛൻ സെക്രട്ടേറിയറ്റിലെ ജോലിക്കാരനായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത്. ജീവിതത്തിന്റെ ഏറിയ പങ്കും പിന്നെ ശാന്തകുമാരി മുടവൻമുകളിലെ ആ വീട്ടിലായിരുന്നു. വീട് വയ്ക്കുന്ന സമയത്ത് അവിടെ കാടായിരുന്നു, ചെറിയൊരു റോഡും. അവിടെയാണ് ലാലും ചേട്ടനും കളിച്ചു വളർന്നത്. കൊച്ചുമക്കളെ കുറിച്ച് പറയാനും ശാന്തമ്മയ്ക്ക് 100 നാവായിരുന്നു. പ്യാരിക്കും ഒരു മകനുണ്ട്, നീരജ്. അച്ചമ്മയുമായി അത്രയും അടുപ്പമായിരുന്നു നീരജിന്. ചെന്നൈയിലായിരുന്നു പ്രണവും മായുമെങ്കിലും ഇടയ്ക്കിടെ അവരുടെ അടുത്തും പോയി ഒരാഴ്ച ഒക്കെ ശാന്തകുമാരി നിൽക്കുമായിരുന്നു. ഇതൊക്കെ ഒരിക്കൽ ശാന്തമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ ചേട്ടൻ പ്യാരിലാൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളായിരുന്നു. അഭിനേതാവും മികച്ച ഗായകനുമായിരുന്നു അദ്ദേഹം. ചേട്ടനൊപ്പം ഒരു ചിത്രവും ലാൽ ചെയ്തിരുന്നു, കിളിക്കൊഞ്ചൽ. വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മരണം കുടുംബത്തിന് ഉൾക്കൊള്ളാൻ വലിയ പാടായിരുന്നു. 24 വർഷങ്ങൾക്ക് മുൻപെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. മോഹൻലാലുമായി അടുത്ത ബന്ധമായിരുന്നു പ്യാരിക്ക് ഉണ്ടായിരുന്നത്. പത്മഭൂഷൺ നൽകി രാജ്യം മോഹൻലാലിനെ ആദരിച്ചപ്പോൾ അച്ഛനെയും ജ്യേഷ്ഠനെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്യാരി മോഹൻലാലിനേക്കാൾ മികച്ച നടനായിരുന്നു. ചേട്ടനും അനുജനും പോലെയല്ല, സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഇരുവരും. അനുജന്റെ കഴിവുകൾക്ക് ഒപ്പം നിന്നതും പ്യാരിയാണ്. ജീവിച്ചിരുന്നുവെങ്കിൽ അനുജനേക്കാൾ അഭിനയത്തിന് വലിയ നിലയിൽ എത്തുമായിരുന്നു പ്യാരിയും എന്നാണ് അടുപ്പക്കാർ പോലും പറയുന്നത്. അതേസമയം മൂത്ത മകൻ പ്യാരിലാലിനെ കുറിച്ച് സുനിൽകുമാർ സുകുമാരൻ എന്നയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പും വൈറലാവുന്നുണ്ട്. 2 ആൺമക്കളായിരുന്നു ലാലേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും. മൂത്ത മകൻ പ്യാരിലാൽ 2000-ലാണ് മരണത്തിന് കീഴടങ്ങിയത്. പിന്നാലെയാണ് 7 വർഷങ്ങൾക്കിപ്പുറം 2007-ലാണ് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം അച്ഛൻ വിശ്വനാഥൻ നായരും മരിച്ചത്. അതുവരെ തിരുവനന്തപുരത്തായിരുന്നു അമ്മ ശാന്തകുമാരി. ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകളും മകൻ എപ്പോഴും അടുത്ത് വേണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത്. അപ്പോഴും താനും അച്ഛനും ചേട്ടനും അമ്മയും ഒരുമിച്ച് താമസിച്ചിരുന്ന വീട് പൊന്നുപോലെ നോക്കിയിരുന്നു ലാലേട്ടൻ. ആദ്യം തേവരയിലെ വീട്ടിലായിരുന്ന അമ്മയെ 8 വർഷങ്ങൾക്ക് ശേഷം എളമക്കരയിലെ പുതിയ വീട് പണിത് അവിടേക്ക് മാറ്റി. കുറച്ചുകൂടി ശാന്തമായതും അമ്മയുടെ ചികിത്സ നടക്കുന്ന അമൃത ഹോസ്പിറ്റലിൽ ഇത്രയും പെട്ടെന്ന് എത്തുവാനും വേണ്ടിയാണ് എളമക്കരയിലെ സ്ഥലം വാങ്ങി വീട് വെച്ച് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയത്. എങ്കിലും വർഷങ്ങളായി കൊച്ചിയിൽ ഉണ്ടെങ്കിലും അന്ത്യാഭിലാഷം ഭർത്താവിന്റെയും മകൻ പ്യാരിലാലിന്റെയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വേണമെന്നായിരുന്നു. അമ്മ മരിച്ച മണിക്കൂറുകൾക്ക് ഇപ്പുറം അമ്മയുടെ അന്ത്യാഭിലാഷം നടത്തുവാൻ തന്നെയാണ് മോഹൻലാൽ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തെ വീട്ടിൽ ഭർത്താവും മകനും അന്ത്യവിശ്രമം കൊള്ളുന്ന തൊട്ടടുത്ത് തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടി ലാലേട്ടൻ ചിതയൊരുക്കുന്നത്. 13 വർഷങ്ങൾക്ക് മുൻപ് സ്ട്രോക്ക് വന്ന് ആരോഗ്യകരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന അമ്മ എളമക്കരയിലെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സംസാരിക്കാൻ പോലും കഴിയാതെ പോയ അമ്മയെ കുറച്ചെങ്കിലും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ചികിത്സകൾ ലാലേട്ടൻ ചെയ്തിരുന്നു. അമൃതയിലെ ന്യൂറോ വിഭാഗത്തിൽ നടത്തിയ ചികിത്സയിൽ സംസാരം തിരിച്ചു കിട്ടുന്ന വിധത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. തുടർന്നാണ് തേവരയിലെ വീട്ടിൽ നിന്നും കുറച്ചുകൂടി ശാന്തമായതും മകന് അമ്മയ്ക്കരികിൽ പെട്ടെന്ന് എത്തുവാനും വേണ്ടിയാണ് എളമക്കരയിൽ വീട് വെച്ചത്. ലാലേട്ടനോ സുചിത്രയോ വിസ്മയോ പ്രണവോ ആരെങ്കിലും ഒക്കെയായി ഈ വീട്ടിൽ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഉച്ചയോടെ അമ്മയുടെ മരണവാർത്ത എത്തിയത്. 90 വയസ്സായിരുന്നു അമ്മയുടെ പ്രായം. കുറച്ചു ദിവസമായി അമ്മ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് ലാലേട്ടൻ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സിബി മലയിലിന്റെ മകന്റെ വിവാഹത്തിന് ലാലേട്ടൻ എത്തിയത്. വിവാഹവേദിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അമ്മയ്ക്കരികിലെത്തി. ഒട്ടും വയ്യാത്തതുകൊണ്ട് രാത്രി മുഴുവൻ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. ലാലേട്ടനും ഭാര്യയും മക്കളും അമ്മയ്ക്ക് ആശ്വാസമേകിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ. അവസാന നിമിഷം വരെയും ഒരു മകന്റെ സ്നേഹവും കരുതലും അമ്മയ്ക്ക് നൽകി സന്തോഷകരമായ ഒരു യാത്രയപ്പാണ് മകൻ നൽകിയത്. അതേസമയം മഹാനടന്റെ മാതൃഭാഗ്യം ലഭിച്ച ഇലന്തൂർ പുന്നയ്ക്കൽ തറവാട് ശാന്തകുമാരി അമ്മയുടെ വേർപാടിൽ വിതുമ്പുന്നുണ്ടാകും. മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെയും വീട് ഇലന്തൂരിൽ തന്നെയാണ്. ഇലന്തൂർ പരിയാരം മണപ്പാടത്ത്
വീട്ടിൽ രാമൻ നായരുടെയും ഗൗരിക്കുട്ടി അമ്മയുടെയും മൂത്ത മകനായിരുന്നു വിശ്വനാഥൻ നായർ. വിശ്വനാഥൻ നായർക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയപ്പോൾ തന്നെ വിവാഹാലോചനകൾ തുടങ്ങി. കാരണവന്മാർ നടത്തുന്ന വിവാഹാലോചനകൾക്കിടയിൽ വിശ്വനാഥൻ നായർ തന്നെയാണ് ശാന്തകുമാരിയുടെ കാര്യം അച്ഛനോട് പറയുന്നത്. പ്രതാപത്തോടെ കഴിയുന്ന പുന്നയ്ക്കൽ തറവാട്ടിലേക്ക് തന്റെ സുഹൃത്തും പാർവത്യരുമായുള്ള കല്ലിൽ കൃഷ്ണപിള്ളയെ വിവാഹാലോചനയ്ക്കായി അയച്ചു. അങ്ങനെ പുന്നയ്ക്കൽ വീട്ടിൽ ഗൗരിക്കുട്ടി അമ്മയുടെയും ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന പത്മനാഭപിള്ളയുടെയും മകൾ ശാന്തകുമാരിയെ വിശ്വനാഥൻ നായർ ജീവിതസഖിയാക്കി. താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും തന്റെ മൂത്ത മകൻ പ്യാരിലാലിനെയും രണ്ടാമത്തെ മകൻ മോഹൻലാലിനെയും പ്രസവിക്കാൻ പുന്നയ്ക്കൽ തറവാട്ടിലേക്കാണ് എത്തിയത്. അങ്ങനെ മലയാളത്തിന്റെ മഹാനടൻ ഇലന്തൂരിന്റെ മണ്ണിൽ പിറന്നു പിച്ചവെച്ചു. പിന്നീട് മോഹൻലാലിന്റെ ബാല്യകൗമാരം കാലം തിരുവനന്തപുരത്തായിരുന്നെങ്കിലും ഇലന്തൂരുമായി പൊക്കിൾക്കൊടി ബന്ധമുണ്ടാവാൻ പുന്നയ്ക്കൽ തറവാട്ടിലെ ശാന്തകുമാരി അമ്മ കാരണമായി. ശാന്തകുമാരി വളർന്നത് ഇലന്തൂരിലും പത്തനംതിട്ടയിലുള്ള അച്ഛന്റെ വീട്ടിലുമായിട്ടായിരുന്നു. ഇലന്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു പുന്നയ്ക്കൽ PS ശ്രീധരൻ പിള്ളയുടെ സഹോദരിയായ ഗൗരിക്കുട്ടി അമ്മയുടെ മകളാണ് മോഹൻലാലിന്റെ മാതാവായ ശാന്തകുമാരി അമ്മ. 14 വർഷമായി ആരോഗ്യ പ്രശ്നങ്ങളോടെ കരയുകയായിരുന്നു ശാന്തകുമാരി. 2 വർഷം മുൻപ് കുടുംബക്കാവിലെ പൂജകളിൽ പങ്കെടുക്കാനും അമ്മയ്ക്കായി പ്രാർത്ഥനകൾക്കുമായി മോഹൻലാൽ ഇവിടെ എത്തിയിരുന്നു. ശാന്തകുമാരി അമ്മയുടെ സഹോദരൻ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ PS ഭാസ്കരൻ പിള്ളയുടെ മകനാണ് പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ P ഉണ്ണികൃഷ്ണൻ. പുന്നയ്ക്കൽ തറവാട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല. ശാന്തകുമാരി അമ്മയുടെ അമ്മാവൻ ശ്രീധരൻ പിള്ളയുടെ മക്കൾ ശ്രീലേഖയും ശ്രീലതയും തറവാട് സംരക്ഷിച്ചു പോരുന്നു. സാംസ്കാരിക ഗ്രാമമായ ഇലന്തൂരിന്റെ മണ്ണിൽ മലയാളത്തിന്റെ മഹാനടൻ പിച്ചവയ്ക്കുന്നതിന് കാരണക്കാരിയായ സുഹൃതം ചെയ്ത ശാന്തകുമാരി അമ്മയ്ക്ക് പടയണി ഗ്രാമത്തിന്റെ പ്രണാമം എന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം അമ്മയോട് കാണിച്ചതുപോലെ അച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടില്ല. ഗൗരവക്കാരനായിരുന്നു മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ. മുമ്പൊരിക്കൽ കൈരളി TV അഭിമുഖത്തിൽ വിശ്വനാഥൻ നായർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അച്ഛനും മകനും എന്ന ബന്ധമേ ഉള്ളൂ. ഞങ്ങൾ സിനിമയെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാകാത്തതിൽ എനിക്ക് വിഷമമില്ല. മകൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദേവാസുരമാണ്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മകൻ വില്ലൻ വേഷങ്ങൾ ചെയ്തപ്പോൾ വിഷമമൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. മോഹൻലാൽ എന്ന് നടനെ വിലയിരുത്തുമ്പോൾ 100-ൽ 90 മാർക്ക് കുറയുമെന്നും വിശ്വനാഥൻ നായർ അന്ന് പറഞ്ഞു. മകനെക്കുറിച്ച് വലിയ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നില്ല ഈ അഭിമുഖത്തിൽ വിശ്വനാഥൻ നായർ സംസാരിച്ചത്. ഇതേക്കുറിച്ച് അഭിമുഖം കണ്ട പലർക്കും പല അഭിപ്രായങ്ങളാണ്. അച്ഛൻ സ്നേഹം ഉള്ളിലൊതുക്കിയ ആളാണെന്ന് ഇവർ അഭിപ്രായപ്പെട്ടു. സത്യസന്ധനായ അച്ഛൻ. ആവശ്യമില്ലാത്ത പൂഴത്തിനുമില്ല, താല്പര്യവുമില്ല. ഓവർ അഭിമാനം കാട്ടി ഷോകളുമില്ല. അഭിനയത്തിന് എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴും 90% കൊടുക്കാമെന്നേ പറഞ്ഞുള്ളൂ. 10 കുറയുമെന്ന് ഓപ്പണായി പറഞ്ഞു. മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ പ്യാരിലാൽ മോഹൻലാലിന്റെ അച്ഛൻ ജീവിച്ചിരിക്കെ മരിച്ചു പോയിരുന്നു. ഈ മരണം ഈ കുടുംബത്തെ ഉലച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അച്ഛന്റെ മൗനം അതാവാം ഗൗരവക്കാരനാണെന്ന് പുറമെ കാണുന്ന പലരും വളരെ പാവങ്ങളാണ്. പണ്ടത്തെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ മനസ്സിൽ കുന്നോളം സ്നേഹമുണ്ടാകും. എൻ്റെ അച്ചാച്ചനും ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾ.